ശ്രീ വസന്ത് സരേഖ് പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്തിരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്തിരുന്നു. ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി ദില്ലി പോലീസ് വന്നിരിക്കുന്നു. അവിടെ നിന്ന് പിൻവാങ്ങിയത് അവിടെ ഉയർന്ന വിമർശനങ്ങളുടെ പേരിൽ മാത്രമാണ്. ഇനിയും തിരികെ വരുമോ എന്നത് അറിയുകയുമില്ല. അതുപോലെ അവിടെ ഇപ്പോൾ നോക്കൂ, KSUവിൻ്റെ, NSUയുടെ, SFIയുടെ, ASFിൻ്റെ ഒക്കെ വിദ്യാർത്ഥികൾ നിരന്തരം ആ സമരത്തിന് പിന്തുണയുമായി അവിടെ എത്തിയിട്ടുള്ളവരുണ്ട്. അതിന് മുൻപ് പ്രക്ഷോഭം നടത്തിയവരുണ്ട്. ഇവർക്കൊക്കെ എതിരെ ഈ നിലയ്ക്കുള്ള പകവിട്ടൽ മനോഭാവമാണെങ്കിൽ അതിനെ എങ്ങനെ ചെറുക്കാൻ സാധിക്കുമെന്നാണ്? അല്ല, തീർച്ചയായും അതിനെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടണം. അതിനിപ്പോൾ CJP തന്നെ സാക്ഷി എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി മുമ്പോട്ട് പോവുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഛത്ര കെ ഗൂഞ്ച് എന്നായിരുന്നു ഞങ്ങളുടെ സമര പദ്ധതിയുടെ പേര്. അതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി തന്നെ നേരിട്ട് ഇത്തരം വിഷയങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയോ പോലീസ് വേട്ട നേരിടേണ്ടി വരികയോ ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് വേണ്ടി ഒരു മെയിൽ അഡ്രസ് ഇതിനോടകം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി രാഷ്ട്രീയപരമായി നേരിടണമെങ്കിൽ അങ്ങനെ നേരിടേണ്ടി വരും. ഇന്നിപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസൊക്കെ വളരെ പൊളിറ്റിക്കലി ആ വിഷയത്തിൽ ആക്റ്റീവായി ഇടപെടുന്നത് നമ്മൾ കണ്ടു. എവിടെ നിങ്ങളുടെ യൂണിഫോം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ ID കാർഡെങ്കിലും കാണിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ അമിത യജമാന സ്നേഹം മൂത്ത ബാർ ഡോഗ്സ് അവരാണല്ലോ ഈ ഡൽഹി പോലീസ് എല്ലാ കാലത്തും. അവരുടെ അമിത യജമാന സ്നേഹത്തിൻ്റെ ഫലം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഞാൻ ആദ്യഘട്ടത്തിൽ അത് വിവരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ എടുത്തിയാട്ടം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അവരെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടണം. അതിനെതിരായി പുതിയ പ്രൊട്ടസ്റ്റ് ആവശ്യമാണെങ്കിൽ അതിനും കോൺഗ്രസ് മടിക്കില്ല എന്നതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് വസന്ത് സരേഖ്, മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്നിട്ടും കുലുക്കമില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ പറയാനുണ്ട് ഈ കേസിലല്ല, 2021 കേസിലാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് കേസുകളില്ലാതിരിക്കുമോ? അങ്ങനെ ചികഞ്ഞെടുക്കാനാണെങ്കിൽ ഈ പറയുന്ന പോലെ ജാതകം വരെ തിരഞ്ഞെടുക്കുന്ന മനോഭാവമാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായും കേസുകൾ ഉണ്ടാകും. അതിന്റെ പേരിലുമാകാം വേട്ട. തീർച്ചയായും. ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ പേരിൽ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമരം ചെയ്തതിൻ്റെ പേരിൽ 40-ലേറെ കേസുള്ള ഒരാളാണ്. നാളെ ഈ പോലീസിന് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ കേസ് എടുത്തുകൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ കൃത്യമായ ഒരു സമരത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ കേസുകളെ പറ്റി ഓർമ്മ വരികയും പെട്ടെന്നൊരു റിമൈൻഡർ ഡൽഹി പോലീസിൻ്റെ ഫോണിൽ അടിക്കുകയും അത് കേട്ടപാട് അയ്യോ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമല്ലേ എന്നോർത്ത് ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഉത്തമ സംഘത്തിലെത്തിയിട്ട് ചാടിപ്പുറപ്പെടുകയും ചെയ്യുന്നത് ആരെ സൂചിപ്പിക്കാനുള്ള പരിപാടിയാണ് എന്ന് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അറിയാം. അത് വളരെ കൃത്യമായി ശ്രീ ജോൺ ബ്രിട്ടാസ് ഇന്ന് അത് ചെയ്തു. വരും ദിവസങ്ങളിൽ മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ അത് ചെയ്യുകയും ചെയ്യുമെന്ന് ചോദിച്ചതാണ്. AKG ഭവനിലേക്ക് വന്നതുകൊണ്ടാണ് ഐഷി ഘോഷിന് 24 മണിക്കൂറും AKG ഭവന്റെ സംരക്ഷണത്തിലിരിക്കാൻ കഴിയുമോ? ഇല്ല, അവരൊരു വിദ്യാർത്ഥി ആണ്, വിദ്യാർത്ഥി പ്രവർത്തകയാണ്, പൊതുപ്രവർത്തകയാണ്. അവർക്ക് ഇറങ്ങി നടക്കണ്ടേ? തീർച്ചയായും വേണമല്ലോ മധു. അതുകൊണ്ടാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാലും അടക്കമുള്ളവർ. എന്നോടാണോ? അല്ല, ചോദ്യം എന്നോടാണോ? വസന്ത് സരേഖിനോടാണ്. ഓക്കെ. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ പെല്ലറ്റ് ഗൺ അടക്കം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ തന്നെ പത്രസമ്മേളനത്തിൽ ഇന്ത്യയോട് ആകെ വിളിച്ചു പറയുകയും അത് പ്രത്യക്ഷമാകുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ ഇന്ന് പാർലമെന്റിൽ വളരെ കൃത്യമായി ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പറയുന്ന രാഷ്ട്രീയ വേട്ട, പ്രതികാര വേട്ട നടത്തുന്നവർക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാൻ, അതിന് ആ വേട്ടയ്ക്ക് ലോക്കിടാൻ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ, സഡൻ ബ്രേക്ക് ഇടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ വലിയ വേലിയേറ്റം തന്നെ നേരിടേണ്ടി വരും ദില്ലി പോലീസിനും കേന്ദ്ര സർക്കാരിനും എന്നതിൽ യാതൊരു സംശയം വേണ്ട. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ, ഒരു 10 സെക്കൻഡിൽ. ശ്രീ ഷാഹു പ്രസാദ് പറഞ്ഞത് ഞങ്ങൾ വലിയ ഇന്നോവേഷൻ നടത്താൻ പോവുകയാണ്, ഏത് വിദ്യാഭ്യാസ രംഗത്ത്, പരീക്ഷാ രംഗത്ത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്ന ബ്യൂറോക്രാറ്റുകളെയൊക്കെ കൊണ്ടുവരുന്നത്. സാർ, 2017 നിങ്ങൾ ഈ NTA എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുമ്പോൾ അന്ന് ശ്രീ അമിത്ഷാ നേരിട്ട് പറഞ്ഞത് ഇത് ആ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ഇന്നോവേഷൻ ആണ് എന്ന് തന്നെയാണ്. അത് ദേശീയ മാധ്യമങ്ങൾ
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അപ്പോൾ അന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഇന്നോവേഷനെ തിരുത്തി വായിക്കാൻ, അന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഇന്നോവേഷൻ ഒരു ഉട്ടോപ്യൻ തന്ത്രമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ പുതിയൊരു ഇന്നോവേഷനുമായി വരേണ്ടി വരുന്നത്. നേരത്തെ പ്രിയപ്പെട്ട MP പറഞ്ഞു ഏതാണ്ട് 32 പേർ മാത്രമാണ് ആ സംവിധാനത്തിലുള്ളത്. ആ 32 പേരും പെർമനന്റ് സ്റ്റാഫല്ല, 152 പേരെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റി ഇല്ല. ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ NTA എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ വാലാട്ടി കാണിക്കാൻ ഒരു പട്ടി പോലും ഇല്ല. ആ കോമ്പൗണ്ടിനുള്ളിൽ NTAയുടെ ഉള്ളിൽ 158 പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 28 പേർ ആത്മഹത്യ ചെയ്ത്, അല്ലാതെ നാഷണൽ ഏജൻസികളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് ശരിയാണെങ്കിൽ 96 കുട്ടികളുടെ ആത്മഹത്യക്ക് വഴിവെച്ചൊരു സംവിധാനം. ആ സംവിധാനത്തിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ഇപ്പം മന്ത്രി രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വേണം. അതുകൊണ്ട് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് NTA ഉണ്ടായേ മതിയാവൂ. അത് തന്നെയാണ് ആത്യന്തികമായ ആവശ്യം. 1. 2, NTA കഴിഞ്ഞ വർഷം 10 സെക്കൻഡ് അവസാനിപ്പിക്കാം അതു. കഴിഞ്ഞ വർഷം NTA ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ നീറ്റ് പേപ്പർ എക്സാം ലീക്കുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയും അന്നത്തെ ഞങ്ങളുടെ സമരത്തിന്റെ പേരും ഛത്രക്കെ ഗുഞ്ച് എന്ന് തന്നെയായിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി NTA ഒരു ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിരുന്നു. ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ടേബിൾ ചെയ്യാൻ ഇവരുടെ സർക്കാരിന് സാധിക്കാത്തത്? ആ റിപ്പോർട്ടിൽ ആരെയാണ് പ്രതിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് കൂടി കേന്ദ്ര സർക്കാർ ഉത്തരം പറയണം. NTAയിൽ മുഴുവൻ NDAക്കാരാണ്, അത് പിരിച്ചുവിട്ടേ മതിയാവുകയുള്ളൂ എന്നതിൽ നിന്ന് ഒരു ഇഞ്ച് ബാക്ക് പുറകോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറല്ല. ശരി, ഇടവേള. Debate with Madhu Saji.